മൂവാറ്റുപുഴയിലേക്ക് വന്നാൽ അവിടെ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന്റെ ഒളിച്ചുകളി. 3 ആഴ്ച പിന്നിട്ടിട്ടും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്നാണ് ആക്ഷേപം. പരാതിയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് മർദ്ദനമേറ്റ അമൽ ആന്റണിയുടെ തീരുമാനം. ബാറ്ററി മോഷണക്കുറ്റം ആരോപിച്ചാണ് പെരുമ്പല്ലൂർ സ്വദേശിയായ അമൽ ആന്റണിയെ മൂവാറ്റുപുഴ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത്. ഈ പരാതിയിലാണ് റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ ഡിവൈഎസ്പി അന്വേഷണം നടത്തുന്നത്. നേരത്തെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ഡിവൈഎസ്പി നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു തന്നെ മർദ്ദിച്ചതെന്നാണ് അമൽ ആന്റണിയുടെ പരാതി. ഇതിലടക്കം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട മൂവാറ്റുപുഴ ഡിവൈഎസ്പി 3 ആഴ്ച പിന്നിട്ടിട്ടും സമർപ്പിച്ചിട്ടില്ല. വകുപ്പ് തല അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പരാതിയിൽ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് അമൽ ആന്റണി പറഞ്ഞു. നമ്മൾ ആദ്യത്തെ സംഭവം പോലെ എല്ലാം കറക്റ്റായിട്ട് വിവരിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ ഉപദ്രവിച്ച പോലീസുകാരെ എല്ലാവരെയും തിരിച്ചറിയാമെന്ന് തന്നെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ DYSP ഓഫീസ് പറഞ്ഞേക്കണേ. വക്കീൽ അഡ്വക്കേറ്റ് പറഞ്ഞ തുടർ നടപടികളിൽ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാൻ വേണ്ടി കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞു. നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ഡിവൈഎസ്പി അമൽ ആന്റണിയുടെയും കുടുംബത്തിന്റെയും മൊഴിയെടുത്തിരുന്നു. മർദ്ദിച്ച പോലീസുകാരുടെ പേര് വിവരങ്ങൾ കൈമാറിയിരുന്നെങ്കിലും തിരിച്ചറിയൽ പരിശോധന പോലും അന്വേഷണ സംഘം നടത്തിയിട്ടില്ല. റിപ്പോർട്ടർ, കൊച്ചി.